Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ ജനറേഷൻ വെന്യൂവിൻ്റെ എൻലൈൻ മോഡലിനെ പറ്റിയാണ്. എൻലൈൻ എന്ന് പറയുമ്പം വെന്യൂവിൻ്റെ കാര്യത്തിൽ അത്ര പോപ്പുലർ അല്ല. i20യുടെ കാര്യത്തിൽ എൻലൈൻ അത്യാവശ്യം നല്ല പോപ്പുലറാണ്. കാരണം ഇപ്പോൾ നമുക്ക് അത്ര സ്പോർട്ടി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഹോട്ട് ഹാച്ച് അല്ല ഓർ ഒരു ബോം ഹാച്ച് അങ്ങനെ കിട്ടാനില്ല. പണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അധികാരം വാങ്ങാത്തതുകൊണ്ട് നിർത്തിപ്പോയി. ഈവൻ അതിലേറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ പോളോയും ഇപ്പോൾ ഇല്ല. അതുകൊണ്ടൊരു ഓപ്ഷൻ ആകെ വരുന്നത് i20 മാത്രമാണ്, അതും എൻലൈൻ. നോർമൽ i20യിൽ അവർ പണ്ട് ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുത്തിരുന്നു, പക്ഷേ പിന്നീട് അവർ നിർത്തി എൻലൈനിൽ മാത്രം ടർബോ ആക്കി. എന്തായാലും അതിനുശേഷം പിന്നെ നമ്മുടെ വെന്യൂ എൻലൈൻ വരുന്നത്. i20യുടെ അത്രയും സ്പോർട്ടി അല്ലെങ്കിലും കുറച്ചൊക്കെ സ്പോർട്ടി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇത്തിരി സ്റ്റിഫർ സസ്പെൻഷൻ, ബെറ്റർ ട്യൂൺഡ് സ്റ്റിയറിംഗ്, അങ്ങനെയൊക്കെയാണ് അവർ ഈ വാഹനത്തിൽ കൊടുത്തിരുന്നത്. പക്ഷേ എന്തായാലും i20 എൻലൈൻ്റെ അത്രയും സക്സസ് ഈ വാഹനത്തിന് കിട്ടിയില്ല. അതുപോലെ തന്നെയാണ് ക്രെറ്റ എൻലൈനും. നമുക്ക് വെന്യൂ എൻലൈൻ പോലെ തന്നെ അത്രയും സക്സസ് കിട്ടാതെ പോയൊരു വാഹനമായിരുന്നു. പക്ഷേ എന്നാലും ഹ്യുണ്ടായി ഈ രണ്ട് വാഹനങ്ങൾ SUV-കളിൽ നമുക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ സ്പോർട്ടി ആയിട്ടുള്ള വാഹനങ്ങൾ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇത് രണ്ടും കൊടുത്തു. ഞാൻ കേരളത്തിലെ കേസാണ് കേട്ടോ പറയുന്നത്. പുറത്തൊക്കെ ചിലപ്പോൾ എൻലൈൻ വെന്യൂ ക്രെറ്റയൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരിക്കും. കേരളത്തിൽ ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷേ i20 എൻലൈൻ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും കേരളത്തിൽ. ഏതായാലും ഇപ്പോൾ നമുക്ക് പുതിയ ജനറേഷൻ വെന്യൂവിൻ്റെ എൻലൈൻ മോഡൽ അങ്ങ് സൗത്ത് കൊറിയയിലെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ തന്നെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം നമുക്ക് ഇവിടെയും ഈ സെയിം വീൽസൊക്കെ വെച്ചിട്ട് ഇതേ വണ്ടി തന്നെ ക്യാമഫ്ലാജ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഇമേജ് ലീക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നോർമൽ വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഫ്രണ്ടിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവർ ബമ്പറിൻ്റെ ഡിസൈൻ മൊത്തം മാറ്റിയിട്ടുണ്ട്, കുറച്ചുകൂടെ സ്പോർട്ടി എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴത്തെ റെഡ് സ്ട്രൈപ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഹെഡ്ലാമ്പ്സിൻ്റെ ഡിസൈനും DRLസിൻ്റെ ഡിസൈനും ഒക്കെ സെയിം ആണ്. ടോപ്പ് പോർഷനിൽ നിന്ന് ഒരു കർവ് പോലെ ഒന്ന് C ഷേപ്പിൽ അങ്ങോട്ട് താഴത്തേക്ക് വരികയാണ്. അതുപോലെ മെയിൻ ഹെഡ്ലാമ്പ്സിൻ്റെ അറിയാണെങ്കിലും LED ആണ്, മൊത്തം LED സെറ്റപ്പാണ് വരുന്നത്, അതും സെയിം ആണ്. പിന്നെ അകത്ത് വരുന്ന ഒരു ഗ്രില്ലിൻ്റെ എലമെൻറ്റ് ക്രോം മാറ്റിയിട്ട് മൊത്തം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ കണക്റ്റഡ് DRLs അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് പോലെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ലൈറ്റപ്പ് ആവില്ല എന്ന് തോന്നുന്നു, കാരണം ഇതിനകത്ത് ഇപ്പോൾ ലൈറ്റപ്പ് ആവുന്നില്ല. അതുകൊണ്ട് കണക്റ്റഡ് DRLസിൻ്റെ എലമെൻറ്റ് ഇതിനകത്ത് വരുന്നില്ല. ഇനി വരെ അവിടെ ഒരു ബ്ലാക്ക് എലമെൻ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ബാക്കി ഡിസൈൻ, താഴത്തെ എയർ ഡാം ഒക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം ബ്ലാക്ക് ഫിനിഷ് ആണ്. ക്രോം ഒന്നും ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെയും വരുന്നില്ല. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന് മുന്നേ ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയിൽ സെയിം അലോയ്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് അലോയ്സിന് ഡിസൈൻ പാറ്റേൺ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് നോർമൽ വണ്ടിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള അലോയ്സ് ആണ് വരുന്നത്. ഇത് പക്ഷേ കാണാൻ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. പൊതുവെ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ 17 ഇഞ്ച് അലോയ്സ് നമുക്ക് സെറോസിൽ കാണാം, അതുപോലെ XUV3XOയിൽ കാണാം. അങ്ങനെ കുറച്ച് വാഹനങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നതുണ്ട്. ഈവൻ കൈലാക്കിൽ വരെ ഉണ്ട്. അതുകൊണ്ട് എൻലൈൻ മോഡലിൽ അവർ 17 ഇഞ്ച് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കുറേ ലീക്ക് വന്നെങ്കിലും ടയർ സൈസ് അങ്ങനെ ലീക്കായിട്ടില്ല. 17 ഇഞ്ച് ആണെങ്കിലും 215 ഒക്കെ തന്നെ വരുള്ളൂ. അതിൽ മുകളിലേക്ക് ടയറിൻ്റെ ക്രോസ് സെക്ഷൻ പോകില്ല. മാക്സിമം 215 അല്ലെങ്കിൽ 205 ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ എന്നാലും 17 ഇഞ്ച് വരാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഈ ഒരു വീല് കണ്ടിട്ട് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് പ്രപ്പോർഷൻസിന് മീറ്റ് ചെയ്യുന്ന രീതിയിൽ തോന്നുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി 17 ഇഞ്ച് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഓർവിംസിൻ്റെ ഡിസൈൻ അവർ ഡെഫിനറ്റ്ലി മാറ്റിയിട്ടുണ്ട്. അത് നോർമൽ വണ്ടിയിൽ മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. പിന്നെ താഴത്ത് നമ്മുടെ സൈഡിൽ ഫെൻഡറിലായിട്ട് എൻലൈൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. സൈഡിലത്തെ കട്ട്സ്, ഗ്രീസസ്, ബോഡി എലമെൻറ്റ്സ് എല്ലാ സാധനങ്ങളും. സി പില്ലറിലേക്ക് വരുന്ന ഒരു എലമെൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും അവർ ഒരു ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് പോലത്തെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ വണ്ടിയിൽ അത് സിൽവർ ആയിരുന്നു. ബാക്കിലും ഒരുപാട് സ്പോർട്ടി എലമെൻറ്റ്സ് ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് എനിക്ക് ഒരു ഇത്തിരി ഓവർ സ്പോർട്ടിയായി പോയെന്ന് തോന്നി. നമുക്ക് താഴത്തേക്ക് ബമ്പറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സും അതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണെങ്കിലും ഈ വണ്ടിയിൽ നമുക്ക് നോർമൽ വണ്ടിയിൽ ബ്ലാക്ക് ക്ലാഡിങ് അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇതിനകത്ത് കാണാനില്ല. അതായത് താഴത്തുണ്ട്, പക്ഷേ വീലാർച്ചിലുള്ള ക്ലാഡിങ് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിൽ ചെറിയൊരു സാധനം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് ഒരു വേറിട്ട ലുക്ക് ഉണ്ട്. പിന്നെ ബാക്കിലാണെങ്കിലും ആ ഗ്ലോസി ബ്ലാക്ക് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോഴേക്കും മൊത്തത്തിലൊരു എലിവേറ്റ് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ട്വിൻ എക്സോസ്റ്റ് ആണ് ബാക്കിൽ വരുന്നത്. രണ്ടും ഫംഗ്ഷണൽ തന്നെയാണ്. അത് നമ്മൾ i20 എൻലൈൻ, വെന്യൂ എൻലൈൻ, കറക്റ്റ് എൻലൈൻ എല്ലാത്തിലും കാണുന്ന സംഭവമാണ്. ബാക്കി ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്. അതിൻ്റെ നടുവിലായിട്ട് വെന്യൂവിൻ്റെ ലെറ്ററിങ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്ത് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ സ്പോയിലർ. അത് വിൻഷീൽഡ് ഏരിയ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലൊരു സ്പോയിലർ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന പോലെ ഉണ്ട്. അത് സ്പോർട്ടിയാണോ ചോദിച്ചാൽ സ്പോർട്ടിയാണോ, പക്ഷേ എനിക്കത് ഇത്തിരി ഓവർഡൺ ആയിട്ട് തോന്നി. പക്ഷേ അത് പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടാവായിരിക്കും. ഇതാണ് വെന്യൂ എൻലൈൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. എൻലൈൻ മോഡലിൻ്റെ ഇൻറ്റീരിയർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ സ്പൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിന് മുന്നേ സ്പൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ഞാൻ നിങ്ങളെ ഇഷ്ടംപോലെ പ്രാവശ്യം പല വീഡിയോസിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു മോഡൽ ടെസ്റ്റിങ്ങിൽ കണ്ടിരിക്കുന്ന എൻലൈൻ്റെ ഇൻറ്റീരിയറാണ്. അതായത് ഈ ഒരു നമ്മുടെ ഡാഷ്ബോർഡ്, അതായത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, ഈ മൾട്ടി കളർ ഡിസ്പ്ലേ സാധനങ്ങളൊക്കെ വരുന്നത്. ക്ലസ്റ്ററൊക്കെ സെയിം ആയിരിക്കും, കർവ് ഡിസ്പ്ലേ തന്നെയാണ് എല്ലാ വണ്ടികളിലും വരാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന കളർ തീമിലും അതുപോലെ UI, പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു സാധനം ഇത്തിരി സ്പോർട്ടി തീമായിരിക്കും എൻലൈൻ്റെ അകത്ത് അവർ പിടിക്കാൻ പോകുന്നത്. അത്രയും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻലൈൻ ആയതുകൊണ്ടുള്ള അഡീഷണൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഫീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ എൻലൈൻ എന്ന് പറഞ്ഞവർ
കൂടുതൽ ഫീച്ചേഴ്സൊന്നും കൊടുക്കാറില്ല. ആകെപ്പാട് നമുക്ക് കിട്ടാറുള്ളത് സ്പോർട്ടി സ്റ്റിയറിംഗ് വീലും പിന്നെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആവാറുണ്ടായിരുന്നു. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് ഫീലിലും അതുപോലെ ആക്യുറസിയിലൊക്കെ കുറച്ച് വ്യത്യാസം അവർ വരുത്താറുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെയാണ് പൊതുവേ ചെയ്യാറുള്ളത് നോർമൽ വെന്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ അകത്ത് എന്തായാലും നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ തന്നെ നോർമൽ വണ്ടിയിൽ 3 സ്പോക്കായിട്ട് പുതിയൊരു ഡിസൈനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻലൈൻ മോഡൽസിൽ അല്ലെങ്കിൽ എൻ മോഡൽസിൽ അവരിപ്പോഴും പഴയ സ്റ്റിയറിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തിന് എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പഴയ മോഡലിൻ്റെ എൻ സ്റ്റിയറിംഗ് കൊടുക്കുമോ അതോ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് അവർ ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്ന ഈ ഫാബ്രിക് അപ്പോൾസ്റ്ററി ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരുന്ന ഇൻറ്റീരിയറൊക്കെയാണ്. ഇന്ത്യയിൽ എന്തായാലും ഒന്നും ആയിരിക്കില്ല, നമുക്ക് ഫുൾ ലെതർ ആൻഡ് ഫാബ്രിക്കിൻ്റെ മിക്സ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഫീച്ചേഴ്സായിട്ട് ഫ്രണ്ട് ഇൻലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, വയർലെസ് ചാർജർ ആയിക്കോട്ടെ, 360° ക്യാമറ, പിന്നെ പാനോറമിക് സെൻറ്റർ ഓഫ് എക്സ്പെക്റ്റഡ് ആണ്. ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം അവർ കൺഫേം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഹ്യുണ്ടായി തന്നെ പറഞ്ഞിട്ടുണ്ട്. OT അപ്ഡേറ്റ്സ് വരുന്ന കാര്യം സാധനങ്ങളൊക്കെ അവരിതിന്, അതായത് ഈ അടുത്തൊരു ഇൻവെസ്റ്റർ മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞാണ്. എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഹ്യുണ്ടായി വാഹനങ്ങളുടെ വീഡിയോ തരാൻ തുടങ്ങി. അതിങ്ങനെ അപ്ഡേറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ പർപ്പസ്ഫുള്ളി മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഹ്യുണ്ടായി വണ്ടികളുടെ വീഡിയോ തന്നെ ഇടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻലൈൻ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സത്യം പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും വ്യത്യാസങ്ങളുള്ളതുകൊണ്ടും ഇപ്പോൾ ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ സ്പോട്ട് ചെയ്യപ്പെട്ടതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എൻലൈൻ മോഡൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. ചിലവർ i20ലാണെങ്കിലും വെന്യൂലാണെങ്കിലും ക്രെറ്റയിലാണെങ്കിലും ഒക്കെ ചോദിക്കുന്നതാണ് ഡീസൽ എഞ്ചിൻ ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഡീസൽ എഞ്ചിൻ എന്തായാലും ഹ്യുണ്ടായി ഇതുവരെ എൻലൈൻ മോഡൽസിൽ കൊടുത്തിട്ടില്ല. 1 ലിറ്റർ ടർബോ പെട്രോളും ഇപ്പോൾ ക്രെറ്റ എൻലൈനൊക്കെ ആണെങ്കിൽ 1.5 ടർബോ പെട്രോളാണ് വരുന്നത്. ഇതിനകത്ത് 1 ലിറ്റർ ടർബോ പെട്രോൾ നമുക്ക് 7 സ്പീഡ് DCTയിലും അതുപോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് എൻലൈൻ മോഡലിൽ കിട്ടുന്നത്. 6 സ്പീഡ് IMT പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വെന്യൂ എൻലൈനിൽ അവർ IMT കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. 6 സ്പീഡ് മാനുവൽ എന്തായാലും കിട്ടും. എൻലൈനിൽ അവരിപ്പോൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. i20 എൻലൈനൊക്കെ ആദ്യം ഇറങ്ങിയപ്പം 6 സ്പീഡ് IMT 7 സ്പീഡ് DCT വെച്ചാണ് ഇറക്കിയത്. പിന്നെ അവർ IMT എടുത്ത് കളഞ്ഞിട്ട് മാനുവൽ മാത്രം ആക്കിയായിരുന്നു. 120 PS 172 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഡീസൽ സത്യം പറഞ്ഞ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ i20 എൻലൈൻ അതുപോലെ വെന്യൂ എൻലൈനിലൊക്കെ അവർക്ക് ഡീസൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻസ് ആണ്. വേരിയബിൾ ജോമെട്രി ടർബോ ചാർജറൊക്കെയാണ് വരുന്നത്. 115 bhp 250 Nm ടോർക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് അവരെന്തായാലും കൊടുത്തിട്ടില്ല. ക്രെറ്റയിലേക്ക് വരുമ്പോഴേക്കും പിന്നെ ഓക്കെയാണ്. കാരണം അതിനകത്ത് എൻലൈനിൽ ഡീസൽ കൊടുക്കണമെങ്കിൽ ആ സെയിം എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇത്തിരി അണ്ടർ പവർഡായിട്ട് തോന്നും. അതിന് പകരം ഇപ്പം ട്യൂസോണിലൊക്കെ ഉള്ള 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ അത് അവരെന്തായാലും കൊടുക്കില്ല. ഈ വണ്ടിയിൽ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിലും ഡീസൽ എഞ്ചിൻ വേണമെങ്കിൽ കൊടുക്കാം. എക്സോസ്റ്റ് ഒന്നും അവർക്ക് സ്പോർട്ടിയാക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷേ ബാക്കി സാധനങ്ങൾ ഇപ്പോൾ സ്റ്റിയറിംഗ്, സസ്പെൻഷൻ, ഡാമ്പേഴ്സ് അതൊക്കെ സ്റ്റിഫാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. സോ ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് ഹ്യുണ്ടായുടെ പുതിയ ജനറേഷൻ വെന്യൂ എൻലൈൻ മോഡലിനെ പറ്റി പറയാൻ പറ്റുന്നത്. എൻലൈൻ്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ പുതിയ വെന്യൂവിൻ്റെ ലോഞ്ച് ഡേറ്റ് നവംബർ 4 പറഞ്ഞിരിക്കുന്നത്. ലോഞ്ച് ആയിരിക്കില്ല, അൺവെയിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിറക്കിയ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ എൻലൈൻ്റെയും അൺവെയിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വണ്ടി അത്യാവശ്യം ഇംപ്രസീവ് ആണ്. ഡിസൈൻ വൈസ് ഒക്കെ ആണെങ്കിലും നല്ല സ്പോർട്ടി ലുക്കാണ് നോർമൽ വണ്ടിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. എൻലൈനും കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ എലവേറ്റ് ഒക്കെ ലുക്സ് ഒക്കെ നന്നായിട്ട് എലവേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാ പ്രോഡക്ട്സ് ഞാൻ കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.